നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കന്തറ വലിയ വിളക്കുവേല കലാസാംസ്കാരിക പരിപാടികൾ ഇന്നു മുതൽ. ആന എഴുന്നള്ളത്തിന് ഇനി മുതൽ കർശന നിയന്ത്രണം. സുൽത്താൻപേട്ട ജംഗ്ഷനിൽ ഗതാഗത പരിഷ്കരണം ഏർപ്പെടുത്തി നഗര ഗതാഗത ഉപദേശക സമിതി. പാലക്കാട് നഗരസഭയിൽ ബയോബിൻ വിതരണം തുടങ്ങി. വാർത്തകൾ വിശദമായി. വടക്കന്തറ വലിയ വിളക്ക് വേലയോടനുബന്ധിച്ച് കലാസാംസ്കാരിക സംഗീത പരിപാടികൾക്ക് ഇന്നു മുതൽ തുടക്കമാകും. ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിലും ക്ഷേത്ര മൈതാനത്ത് പ്രത്യേകം സജ്ജമാക്കിയ പ്രധാന വേദിയിലുമാണ് കലാസാംസ്കാരിക പരിപാടികൾ നടക്കുക. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ K വേണുഗോപാലൻ, മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ PK ഗംഗാധരൻ, VK സോമസുന്ദരൻ എന്നിവർ സംസാരിക്കും. തുടർന്ന് പ്രസിദ്ധ സിനിമാ താരവും സുപ്രസിദ്ധ നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിക്കുന്ന താരനൃത്ത സന്ധ്യ അരങ്ങേറും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഭക്തിഗാനമേള, ചാക്യാർകൂത്ത്, നങ്ങിയാർകൂത്ത്, നൃത്യങ്ങൾ, ഭജന, തിരുവാതിരക്കളി, സംഗീത കച്ചേരി, ഓട്ടൻതുള്ളൽ, കഥകളി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വയലിനിസ്റ്റ് കുമാരി ഗംഗ ശശിധരൻ ഒരുക്കുന്ന വയലിൻ നാദവിസ്മയം. നാടൻപാട്ടിന്റെ ഇനങ്ങളുമായി കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ കരിന്തലക്കൂട്ടം. പാടിപ്പതിഞ്ഞ ഗാനങ്ങൾ. പ്രശസ്ത തെന്നിന്ത്യൻ പിന്നണി ഗായകൻ ഉണ്ണിമേനോൻ, ഡോക്ടർ നന്ദകുമാർ, ചിത്ര അരുൺ തുടങ്ങിയവർ നയിക്കുന്ന സംഗീത നിശ. നഞ്ചിയമ്മയുടെ നാടൻ പാട്ടുകളും ദൃശ്യാവിഷ്കാരങ്ങളും. സ്റ്റാർ സിംഗർ നൈറ്റ്, മ്യൂസിക്കൽ ബാൻഡ് ശങ്കർ മഹാദേവൻ, പ്രകാശ് ചുള്ളിയേരി എന്നിവർ നയിക്കുന്ന സംഗീത നിശ. സ്റ്റീഫൻ ദേവസി, റിമി ടോമി, ഹരിശങ്കർ, കൃഷ്ണപ്രഭ, ശബരീഷ് പ്രഭാകർ, നിത്യമാമൻ തുടങ്ങിയവർ അണിനിരക്കുന്ന മെഗാ ഡാൻസ്, മ്യൂസിക് തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറും. മാർച്ച് 8-നാണ് വടക്കന്തറ വലിയ വിളക്കുവേല. ആനകളെ എഴുന്നള്ളിക്കാൻ നിബന്ധനകൾ പാലിക്കണം. ജില്ലയിൽ ഉത്സവത്തോടനുബന്ധിച്ച് ആനയെ എഴുന്നള്ളിക്കുന്നതിന് 72 മണിക്കൂർ മുൻപ് ഇതു സംബന്ധിച്ച വിവരം വനംവകുപ്പിനെയും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലും അറിയിക്കണമെന്ന് കളക്ടർ അറിയിച്ചു. ആന ഉടമസ്ഥരും ആനത്തൊഴിലാളികളും നാട്ടാന പരിപാലന ചട്ടപ്രകാരമുള്ള എല്ലാ മാനദണ്ഡങ്ങളും എഴുന്നള്ളിപ്പിന് പാലിക്കണം. ഉത്സവങ്ങൾക്ക് ആനകളെ എഴുന്നള്ളിക്കുന്നതിന് കളക്ടറാണ് അനുമതി നൽകുന്നതെങ്കിലും എഴുന്നള്ളിക്കുന്ന ആനകളുടെ രേഖകൾ വനംവകുപ്പിനും നൽകണം. ജില്ലയിലെ ഉത്സവങ്ങൾക്ക് ആനയെ എഴുന്നള്ളിക്കുന്നതിന് താഴെ പറയുന്ന നിബന്ധനകൾ പാലിക്കണം. രഥോത്സവങ്ങളിൽ രഥം തള്ളുന്നതിന് ആനകളെ ഉപയോഗിക്കാൻ പാടില്ല. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങൾക്ക് എഴുന്നള്ളിപ്പിന് മാത്രമാണ് ആനകളെ അനുവദിക്കുന്നത്. 5 അതിൽ കൂടുതലോ ആനകൾ പങ്കെടുക്കുന്ന ഉത്സവങ്ങളിൽ വെറ്റിനറി ഡോക്ടറുടെയും എലഫന്റ് സ്ക്വാഡിന്റെയും സേവനം ഉറപ്പാക്കണം. 5 അതിൽ കൂടുതലോ ആനകൾ പങ്കെടുക്കുന്ന ഉത്സവങ്ങളിൽ വനം വകുപ്പിനു വേണ്ടി ഉത്സവ കമ്മിറ്റി കൺട്രോൾ റൂം ഒരുക്കണം. വെയിലുള്ള സമയത്ത് ആനകൾക്ക് ചൂട് ഏൽക്കാതിരിക്കാൻ നനച്ച തറയിൽ നിർത്തുകയും ആവശ്യമെങ്കിൽ വെയിൽ ഏൽക്കാതിരിക്കാൻ പന്തൽ പോലുള്ള സംവിധാനം കമ്മിറ്റി ഒരുക്കുകയും ചെയ്യണം. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് പാപ്പാന്മാരെ ആനയെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. ആനപ്പുറത്ത് കുട്ടികളെ കയറ്റരുത്. എഴുന്നള്ളത്ത് സമയത്ത് ആനകൾ തമ്മിൽ മതിയായ അകലം പാലിക്കണം. സുൽത്താൻപേട്ട ജംഗ്ഷനിൽ തിരക്ക് കുറവുള്ള സമയങ്ങളിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡ് അരികിൽ നിന്ന് നേരിട്ട് കോർട്ട് റോഡിലേക്ക് കാർ അടക്കമുള്ള ചെറു വാഹനങ്ങൾ കടത്തിവിടാൻ നഗര ഗതാഗത ഉപദേശക സമിതി യോഗത്തിൽ തീരുമാനം. പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ശേഷമായിരിക്കും സ്ഥിരം സംവിധാനമാക്കുക. തിരക്കേറെയുള്ള രാവിലെയും വൈകിട്ടും വാഹനങ്ങൾ നേരിട്ട് കടത്തിവിടുന്നത് ഗതാഗത കുരുക്കിനെ ഇടയാക്കുമെന്ന് പോലീസ് ചൂണ്ടിക്കാണിച്ചു. തിരക്കു കുറഞ്ഞ സമയങ്ങളിലും ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ നിലവിലെ രീതിയിൽ തന്നെ ഗതാഗതം തുടരും. കൽമണ്ഡപം കൽപ്പാത്തി ബൈപ്പാസിൽ 100 അടി റോഡിൽ നിന്നുള്ള ബൈപ്പാസ് ചെന്നു ചേരുന്നിടത്ത് മുന്നറിയിപ്പ് സിഗ്നലുകൾ സ്ഥാപിക്കും. ഇവിടെയും ബൈപ്പാസിൽ മണലി ഭാഗത്തെയും രാത്രികാല വെളിച്ചക്കുറവ് പരിഹരിക്കും. കോട്ടമൈതാനം ഗേറ്റിന് മുന്നിലെ ആംബുലൻസ് പാർക്കിംഗ് അവിടെ നിന്ന് മാറ്റി SBI ജംഗ്ഷനോട് ചേർന്നുള്ള പഴയ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് സമീപത്തുള്ള നഗരസഭയുടെ പാർക്കിംഗ് സ്ഥലത്തേക്ക് മാറ്റും. അവിടെ ഉൾക്കൊള്ളാവുന്ന ആംബുലൻസുകളാണ് അനുവദിക്കുക. ചെർപ്പുളശ്ശേരി പൊള്ളാച്ചി ബസ്സുകൾക്ക് സ്റ്റേഡിയം സ്റ്റാൻഡിൽ ട്രക്ക് അനുവദിക്കണമെന്ന് ആവശ്യമുയർന്നു. ഇതിന്റെ സാധ്യത പരിശോധിക്കുമെങ്കിലും മുനിസിപ്പൽ ബസ് ടെർമിനൽ പ്രവർത്തനക്ഷമമാകുന്നതോടെ ഈ ബസ്സുകൾ മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് മാറ്റേണ്ടി വരും. KSRTC സ്റ്റാൻഡിന് മുൻവശം മണപ്പുള്ളിക്കാവിലേക്ക് തിരിയുന്ന റോഡ് എന്നിവിടങ്ങളിലെ ഓട്ടോ സ്റ്റാൻഡുകൾ അവിടെ നിന്ന് മാറ്റി പുനഃക്രമീകരിക്കും. ഇതുൾപ്പെടെ ഓട്ടോ സ്റ്റാൻഡുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പ്രതിനിധികളുടെ യോഗം വിളിക്കും. SBI ജംഗ്ഷൻ KSRTC റോഡിലെ വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടക്കം സഹായം തേടും.
നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ യോഗത്തിൽ അധ്യക്ഷയായി. പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ബയോബിൻ വിതരണവും ബോധവൽക്കരണ ക്ലാസും നടത്തി. 2022-23 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ സബ്സിഡി നിരക്കിൽ നൽകുന്ന ബയോബിനാണ് വിതരണം നടത്തിയത്. ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കുന്നതിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളിൽ ഒന്നാണ് ബയോബിൻ വിതരണം. ഓരോ വാർഡ് സഭയിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്കാണ് 90% സബ്സിഡിയോടുകൂടി ഇത് നൽകി വരുന്നത്. വെണ്ണക്കര സ്കൂളിൽ വെച്ച് നടന്ന ബയോബിൻ വിതരണവും ബോധവൽക്കരണ ക്ലാസും നഗരസഭാ കൗൺസിലർ സലീന ബീവി ഉദ്ഘാടനം ചെയ്തു. മുൻ വാർഡ് കൗൺസിലർ അബ്ദുൾ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ കോർഡിനേറ്റർ റഫീഖ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നഗരസഭാ ഹെൽത്ത് 3-ാം ഡിവിഷൻ JHI മനോജ് സ്വാഗതവും ADS ചെയർപേഴ്സൺ ഉമ്മു ഹബീബ നന്ദിയും പറഞ്ഞു. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമത്തിന് കഴിഞ്ഞ ഒരു വർഷം മാത്രം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് 4641 പോക്സോ കേസുകൾ. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തതും കഴിഞ്ഞ വർഷമാണ്. 2022-ൽ 4518 കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം അത് 4641 ഉയർന്നു. ജില്ലകളിലും കേസുകളുടെ എണ്ണം കൂടി. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അധികം കേസുകൾ ഉള്ളത്. പോക്സോ കേസുകളിൽ കാര്യമായ വർധനയുണ്ടാകുന്നുവെങ്കിലും ശിക്ഷാ നിരക്ക് കുറവാണെന്നത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ കേസിൽ ഉൾപ്പെടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്ന ആരോപണങ്ങൾ ഉയർന്നതോടെ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് 2016 മുതൽ വന്യജീവി ആക്രമണത്തിൽ മരിച്ചത് 910-ലധികം പേരെന്ന് കണക്കുകൾ. വയനാട്ടിൽ ശനിയാഴ്ച നടന്ന കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടിരുന്നു. വയനാട്ടിലെ കാട്ടാനാക്രമണത്തിൽ ഈ വർഷം കൊല്ലപ്പെടുന്ന 2ാമത്തെയാളാണ് മരിച്ച അജീഷ്. വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിക്കുന്നതിനാൽ കേരളത്തിലുടനീളം വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവർക്കിടയിൽ വലിയ പ്രതിഷേധവും സമീപകാലങ്ങളിൽ ഉടലെടുത്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രശ്നം ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൈവരിച്ചിട്ടുണ്ട്. മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ ആവശ്യമായ കർമ്മ പദ്ധതികൾ നിലവിലില്ലെന്നും ആവശ്യമായ നടപടികൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഉടനടി കൈക്കൊള്ളണമെന്നും കോൺഗ്രസ് നേതാവും വയനാട് MP-യുമായ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. വന്യജീവികളെയും മനുഷ്യ സമൂഹത്തെയും ഒരുപോലെ സംരക്ഷിക്കുന്ന നടപടികളാണ് ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന മനുഷ്യരുടെ, പ്രത്യേകിച്ച് കർഷകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി ചില ക്രിസ്ത്യൻ പുരോഹിതരും രംഗത്ത് എത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കുകൾ അനുസരിച്ച് പ്രതിവർഷം 100-ലേറെ പേർ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. 2016 മുതൽ 2023 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 909 പേരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ 7492 പേർക്ക് പരിക്കേൽക്കുകയും 68.43 കോടി രൂപയുടെ കാർഷിക വിളകൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വന്യജീവി ആക്രമണത്തിൽ വർദ്ധിക്കുന്ന ഇടങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി വലിയ മുതൽ മുടക്ക് ആവശ്യമായി വരുന്നതായും സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്കിപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. വാർത്തകൾ തുടരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടക്കേണ്ട വസ്തുനികുതിയുടെ പിഴപ്പലിശ 2024 മാർച്ച് 31 വരെ ഒഴിവാക്കിയതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് അറിയിച്ചു. വസ്തുനികുതി പിരിവ് ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി.
വസ്തുനികുതി പരിഷ്കരണം നടപ്പിലാക്കിയ വർഷം എന്ന നിലയിലും ഇളവ് അനിവാര്യമാണെന്ന സർക്കാർ വിലയിരുത്തൽ. പരമാവധി പേർ വസ്തുനികുതി കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് ഈ ഇളവ് സഹായിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും. ഇതിനകം തന്നെ വസ്തുനികുതിയോടൊപ്പം പിഴപ്പലിശ അടച്ചവർക്ക് അടുത്ത വർഷത്തെ വസ്തുനികുതിയിൽ ഈ തുക ക്രമീകരിച്ച് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ മാത്രമല്ല, മുൻ വർഷങ്ങളിലെ വസ്തുനികുതി കുടിശ്ശികയും പിഴപ്പലിശയില്ലാതെ അടയ്ക്കാനാകും. വർഷങ്ങളായി നികുതി അടയ്ക്കാതെ വലിയ തുക കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. അത്തരക്കാർക്ക് ഈ സൗകര്യം പ്രയോജനകരമാണ്. നികുതി കുടിശ്ശിക പിഴപ്പലിശയില്ലാതെ അടയ്ക്കാനാകുന്ന ഈ സൗകര്യം പരമാവധി പേർ ഉപയോഗിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. 6 മാസത്തിലൊരിക്കലാണ് നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വസ്തുനികുതി അടയ്ക്കേണ്ടത്. നിശ്ചിത സമയത്തിനകം നികുതി ഒടുക്കിയില്ലെങ്കിൽ മാസം 2% എന്ന നിരക്കിൽ പിഴപ്പലിശ ചുമത്തുന്നു. ഈ തുകയാണ് സർക്കാർ ഇളവ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 2023-24 വർഷത്തെ വസ്തുനികുതി ഡിമാൻഡ് 2636.58 കോടി രൂപയാണ്. വാളയാർ അഹല്യ ക്യാമ്പസിൽ ശില്പോദ്യാനം ഉദ്ഘാടനത്തിനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ SFI പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. കനാൽ പിരിവിൽ പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്ന SFI പ്രവർത്തകർ ഗവർണറുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നതിന് മുൻപ് മുദ്രാവാക്യം വിളിച്ച് പുറത്തു വരികയായിരുന്നു. ഗവർണറുടെ വാഹനത്തിനരികിൽ എത്തുന്നതിന് മുൻപ് തന്നെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വൈകിട്ട് 6:45 കഴ്ചപ്പറമ്പ് ജംഗ്ഷനിലും പ്രതിഷേധമുണ്ടായി. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു നീക്കി. അഹല്യയിലെ ശില്പോദ്യാനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. അഹല്യ ഹെൽത്ത് ഹെറിറ്റേജ് ആൻഡ് നോളജ് വില്ലേജിലെ ശില്പോദ്യാനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾ ആദരിക്കപ്പെടുമ്പോഴാണ് രാജ്യം ഉന്നതങ്ങളിൽ എത്തുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷണവും ആ ദിശയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മുടെ പുരാണങ്ങളിലുണ്ട്. പ്രകാശം പരത്തുന്നവരാണവർ. ഭാരതത്തിന്റെ ശില്പവിദ്യ ഉൾപ്പെടെയുള്ള കലകൾ മഹത്തരമാണ്. പുരാണ കഥാപാത്രങ്ങൾ ശില്പവിദ്യയിലൂടെ മനോഹരമായി പുനർജനിക്കുകയാണ് ശില്പോദ്യാനത്തിലെന്നും അദ്ദേഹം പറഞ്ഞു. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഡോക്ടർ VS ഗോപാൽ, ഹെറിറ്റേജ് വില്ലേജ് ഡയറക്ടർ ഡോക്ടർ RVK വർമ്മ എന്നിവർ സംസാരിച്ചു. പൊടിപാറി പുത്തനാൽക്കൽ കാളവേല. ഉച്ചയ്ക്ക് ശേഷം കരിവേല, സ്കൂൾ വേല എന്നിവ കൊട്ടിപ്പുറപ്പെട്ടതോടെ ക്ഷേത്ര തട്ടകത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് അണിയിച്ചൊരുക്കിയ ഇനക്കാളുകൾ കാവുവട്ടത്തേക്ക് നീങ്ങി. വൈകിട്ട് ചെർപ്പുളശ്ശേരി ശാസ്താവിനെ പ്രണവിച്ചാണ് പട്ടണ പ്രദക്ഷിണമായി പുത്തനാൽക്കൽ ക്ഷേത്രത്തിലേക്കുള്ള പ്രവാഹം. ഒന്നിനു പിറകെ ഒന്നൊന്നായി പട്ടണത്തെ ഉഴുതുമറിച്ചായിരുന്നു കാളകളുടെ വരവ്. മുഖകാന്തിയിലും ആകാരവടിവിലും വൈദ്യുത ദീപാലങ്കാര പ്രഭയിലും മിന്നിത്തിളങ്ങിയ ഇണക്കാളകളുടെ മണിക്കൂറുകൾ നീണ്ട പ്രയാണം മതിവര കാഴ്ചവിരുന്നായി. രാത്രി 10 ആയപ്പോഴേക്കും കാവുവട്ടം മുതൽ പുത്തനാൽക്കൽ വരെ നീണ്ടു ഇണക്കാളകളുടെ വേലച്ചന്തം. അർദ്ധരാത്രിയോടെ ഇണക്കാളകൾ കാളവേലപ്പറമ്പിലെത്തിയപ്പോൾ ക്ഷേത്രം ഊരാളരായ മോഴിക്കുന്നത്ത് മനയുടെ ഒറ്റക്കാള 1ാം സ്ഥാനം അലങ്കരിച്ചു. മറ്റുള്ള കാളകൾ ഊഴമനുസരിച്ചും നിലയുറപ്പിച്ചു. ഇതും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചവിരുന്നായി. കാളകളെല്ലാം കളിച്ചു പിൻവാങ്ങിയ ശേഷം കൂത്തുപാടത്തിൽ കൂനത്തറ വിശ്വനാഥ പുലവരുടെ നേതൃത്വത്തിലുള്ള രാമായണം തോൽപ്പാവക്കൂത്ത് ശ്രീരാമ പട്ടാഭിഷേകത്തോടെ സമാപിച്ചു. ഇതോടെ കൂത്തുമാടത്തിന് സമീപത്ത് അടുക്കത്തെ ഗോപിയുടെ നേതൃത്വത്തിൽ ചവിട്ടുകളിക്ക് തുടക്കമായി. മകരം മുഴുവൻ നീളുന്ന രാമായണം തോൽപ്പാവക്കൂത്തുത്സവത്തിന്റെ സമാപന ഭാഗമായാണ് പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല ആഘോഷിക്കുന്നത്. രാവിലെ തന്ത്രി അണ്ടലാടിമണിക്കിൽ ഉണ്ണി നമ്പൂതിരിപ്പാട് പാലും വെള്ളരിയും നിവേദിച്ചതോടെ കാളവേല ചടങ്ങുകൾ തുടങ്ങി. ശേഷം പറയൻതുള്ളലും കഞ്ഞിസദ്യയും ഉണ്ടായി. പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഇന്ന് ആഘോഷിക്കും. വൈകിട്ട് ഭഗവതിയെ മോഴിക്കുന്നത്ത് മനയിലേക്ക് എഴുന്നള്ളിക്കും. ഇറക്കി പൂജയ്ക്ക് ശേഷം മനയിൽ നിന്ന് 3 ഗജവീരന്മാരുടെയും ചെർപ്പുളശ്ശേരി ശിവനും കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയും നയിക്കുന്ന പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയിലാണ് തിരിച്ചെഴുന്നള്ളിപ്പ്. സന്ധ്യയോടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം പൂർത്തിയാക്കും. രാത്രി 7 ക്ഷേത്ര സന്നിധിയിൽ സാമവേദം ഭജൻസ് അരങ്ങേറും. 21 രാവിലെ 8:30 ഉത്സവം കൊടിയിറക്കം. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ. പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand.
പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സൗര സബ്സിഡി പദ്ധതി മാർച്ച് 15 വരെ അപേക്ഷിക്കാം. ഗാർഹിക ഉപഭോക്താക്കൾക്ക് 40% വരെ സബ്സിഡിയോടെ പുരപ്പുറ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ അവസരമൊരുക്കുന്ന സൗര പദ്ധതിയുടെ രജിസ്ട്രേഷൻ മാർച്ച് 15 അവസാനിക്കും. ഉപഭോക്താക്കൾക്ക് ഇഗിരൻ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. ആകെ ചെലവിന്റെ സബ്സിഡി കഴിച്ചുള്ള തുക മാത്രം ഉപഭോക്താക്കൾക്ക് നൽകിയാൽ മതിയാകും. KCBയിൽ പരിശോധിച്ച സോളാർ പാനലുകൾ, ഇൻവെർട്ടറുകൾ എന്നിവയാണ് പദ്ധതിക്ക് ഉപയോഗിക്കുന്നത്. പ്ലാന്റുകൾക്ക് 5 വർഷത്തെ സർവീസ് ഉറപ്പാകും. പാനുകൾക്ക് 25 വർഷത്തെ പെർഫോമൻസ് വാറന്റിയുണ്ട്. മിസ്റ്റർ ഇന്ത്യ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ തച്ചമ്പാറ സ്വദേശി രേഷ്മ ദിനേശിന് 1ാം സ്ഥാനം. ഒറ്റപ്പാലം വാണിയംകുളം PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെച്ച് നടന്ന 58ാമത് സീനിയർ നാഷണൽ മിസ്റ്റർ ഇന്ത്യ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് 2023-2024 തച്ചമ്പാറ സ്വദേശി കൊട്ടേക്കാട്ടിൽ രേഷ്മ ദിനേശ് വുമൻസ് ഫിസിക്കലിൽ 1ാം സ്ഥാനം നേടി ഓവറോൾ ചാമ്പ്യൻ സ്ഥാനം കരസ്ഥമാക്കി. ഇതിനു മുമ്പ് 2022 മലപ്പുറത്ത് നടന്ന മത്സരത്തിൽ 1ാം സ്ഥാനവും 2023 പാലക്കാട് നടന്ന കോമ്പറ്റീഷനിൽ 1ാം സ്ഥാനവും 2022 കേരള കോമ്പറ്റീഷൻ 1ാം സ്ഥാനവും 2023 കേരള കോമ്പറ്റീഷനിൽ സെക്കൻഡും ലഭിച്ചിരുന്നു. ഇപ്പോൾ 2024 ഇന്ത്യ ഫെസ്റ്റ് ടൈറ്റിൽ ചാമ്പ്യൻ സ്ഥാനം കൂടി രേഷ്മ ദിനേശിന് ലഭിച്ചു. എടപ്പാൾ ചങ്ങരംകുളം DS ഫിറ്റ്നസ് സ്റ്റുഡിയോയിലും തച്ചമ്പാറ സ്റ്റാർസ് ഹെൽത്ത് ക്ലബിലുമാണ് രേഷ്മ ദിനേശ് പരിശീലനം ചെയ്യുന്നത്. PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെച്ച് നടന്ന മിസ്റ്റർ ഇന്ത്യ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ക്യാഷ് പ്രൈസുകളും രേഷ്മ ദിനേശിന് ലഭിച്ചിരുന്നു. എടപ്പാൾ ചങ്ങരംകുളം DS ഫിറ്റ്നസ് സ്റ്റുഡിയോയിലെ ഡാനിയാണ് രേഷ്മ ദിനേശിന്റെ പേഴ്സണൽ കോച്ച്. മലപ്പുറം പരപ്പനങ്ങാടിയിലെ പ്രമുഖ ബ്യൂട്ടി പാർലറിൽ മാനേജറായി ജോലി ചെയ്യുകയാണ് രേഷ്മ. കേരയിൽ വിരുദ്ധ ജനകീയ സമിതി മാർച്ച് നടത്തി. ഇന്ത്യൻ റെയിൽവേയുടെ കൈവശമുള്ള ഭൂമി കേരയിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് വിട്ടുനൽകാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി പാലക്കാട് ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്ലാച്ചിമട കൊക്കക്കോള വിരുദ്ധ സമിതി നേതാവ് വിളയോടി വേണുഗോപാൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ഭൂമി വിട്ടുകൊടുക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് റെയിൽവേ പിന്തിരിയണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ ജനകീയ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സമിതി രക്ഷാധികാരി K ശൈവ പ്രസാദ് അധ്യക്ഷനായി. ജോസഫ് M പുതുശ്ശേരി, CR നീലകണ്ഠൻ, K അബ്ദുൾ അസീസ്, AT തോമസ്, അബൂബക്കർ ചെങ്ങാട്, രാമചന്ദ്രൻ വരപ്രത്ത്, ശിവദാസ് മഠത്തിൽ, TC രാമചന്ദ്രൻ, ശിവരാജേഷ്, S രാജീവൻ എന്നിവർ സംസാരിച്ചു. ആവശ്യങ്ങൾ ഉന്നയിച്ച ഭാരവാഹികൾ DRMന് നിവേദനം നൽകി. അട്ടപ്പാടിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കും. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് കൃഷിക്ക് കൂടി പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള വിപുലമായ ജലവിതരണ സംവിധാനം ജലജീവൻ മിഷന്റെ സഹായത്തോടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമെന്ന് ഷോളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രാമമൂർത്തി അറിയിച്ചതായി വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി പറഞ്ഞു. പട്ടികവർഗ മേഖലാ ക്യാമ്പിന്റെ ഭാഗമായി ഷോളയൂർ പഞ്ചായത്തിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ വീടുകളിൽ എത്തി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം. ജലദൗർബല്യമാണ് ഷോളയൂരിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വനിതാ കമ്മീഷൻ മനസ്സിലാക്കുന്നത്. ഇത് പരിഹരിക്കുന്നത് സംബന്ധിച്ച് കമ്മീഷൻ ആശയവിനിമയം നടത്തിയപ്പോഴാണ് വിപുലമായ പദ്ധതി നടപ്പാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചത്. ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുമെന്ന് അറിയിച്ച വിപുലമായ കുടിവെള്ള പദ്ധതി അഭിനന്ദനാർഹമാണ്. ജനകീയ പ്രശ്നങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ജനപ്രതിനിധികളുടെയും ഇടപെടൽ മികച്ച നിലയിലാണെന്ന് സന്ദർശനത്തിലൂടെ ബോധ്യപ്പെട്ടു. കിടപ്പ് രോഗികൾക്കുള്ള പാലിയേറ്റീവ് കെയർ സേവനം മികച്ച നിലയിൽ ലഭ്യമാക്കുന്നുണ്ടെന്ന് വീടുകൾ സന്ദർശിച്ചതിലൂടെ മനസ്സിലാക്കാനായി. ഡോക്ടർമാരും മറ്റു ആരോഗ്യ പ്രവർത്തകരും വീടുകളിലെത്തി സേവനം നൽകുന്നതായി കിടപ്പ് രോഗികളായവരും അടുത്ത ബന്ധുക്കളും പറഞ്ഞു. ഊരുകളിലെ കുട്ടികൾ സ്കൂളുകളിൽ പോകുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. പട്ടികവർഗ വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നത്. ഈ മേഖലയിൽ കൂടുതലായി ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച ശുപാർശ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുമെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു. ഷോളയൂർ ഉൾപ്പെടെ സംസ്ഥാനത്തെ 11 പട്ടികവർഗ മേഖലകളിൽ വനിതാ കമ്മീഷൻ പ്രത്യേകം ക്യാമ്പ് നടത്തിയത്. ഒറ്റപ്പെട്ട് താമസിക്കുന്നവർ, ദീർഘനാളായി അസുഖബാധിതരായവർ, മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ തുടങ്ങിയ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഷോളയൂർ ഗ്രാമപഞ്ചായത്തിലെ സ്ത്രീകളെ വനിതാ കമ്മീഷൻ വീടുകളിൽ എത്തി സന്ദർശിച്ചു. കോട്ടത്തറ, മേലെ കോട്ടത്തറ, ദാസന്നൂർ,
ഉറിയൻചാള, മരപ്പാലം എന്നീ ഊരുകളിലെ വീടുകളിലായിരുന്നു സന്ദർശനം. കോട്ടത്തറ ഗീതാ നിവാസിൽ ഷീജ സെറിബ്രൽ പാൾസി ബാധിച്ച 6 വയസ്സുള്ള മകന്റെ ചികിത്സാർത്ഥം കോട്ടത്തറയിൽ താമസിക്കുന്ന വയനാട് സ്വദേശി സൗമ്യ, മേലെ കോട്ടത്തറ പാപ്പ, ദാസനൂർ പാപ്പമ്മാൾ, ഉറിയൻചാള വഞ്ചിയമ്മ, മരപ്പാലം സരോജ എന്നിവരെയാണ് വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണിയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചത്. പാലിയേറ്റീവ് കെയർ സേവനം, മരുന്നുകളുടെ ലഭ്യത, ആശുപത്രിയിൽ പോകുന്നതിനുള്ള സഹായം, ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും പട്ടികവർഗ പ്രൊമോട്ടർമാർ, ആശാപ്രവർത്തകർ എന്നിവരുടെ സേവനം, റേഷൻ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാകുന്നുണ്ടോ, ഭക്ഷണം യഥാക്രമം കഴിക്കുന്നുണ്ടോ, കുടുംബാംഗങ്ങളുടെ സഹായം ലഭിക്കുന്നുണ്ടോ തുടങ്ങിയ വിവരങ്ങളാണ് ചോദിച്ചറിഞ്ഞത്. മരപ്പാലം അംഗൻവാടിയിലെത്തിയ വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി പഠിതാക്കളായ കൃഷ്ണവേണി, അനാമിക എന്നിവരുമായും അധ്യാപക KS മിനിമോൾ, സഹായി സെൽവി എന്നിവരുമായും സംസാരിച്ചു. കുട്ടികൾക്ക് ആവശ്യത്തിന് പോഷകാഹാരം ലഭിക്കുന്നുണ്ടോ, പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ, പ്രതിരോധ കുത്തിവയ്പ്പുകളും മരുന്നുകളും ലഭ്യമാകുന്നുണ്ടോ, അമ്മമാർക്ക് ബോധവൽക്കരണം ലഭിക്കുന്നുണ്ടോ, കുട്ടികൾ എല്ലാ ദിവസവും അംഗൻവാടിയിൽ എത്തുന്നുണ്ടോ, ആരാണ് അവരെ എത്തിക്കുന്നതും തിരികെ കൊണ്ടുപോകുന്നതും തുടങ്ങിയ വിവരങ്ങളാണ് ചോദിച്ചറിഞ്ഞത്. ഷോളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രാമമൂർത്തി, വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ AR അർച്ചന, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷൻ MR ജിതേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം G രാധാകൃഷ്ണൻ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ KM രാഹുൽ, കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർ K പ്രശാന്ത്, പട്ടികവർഗ പ്രൊമോട്ടർമാരായ R വെള്ളിങ്കിരി, മരുതാചലം A ശ്യാമിലി, K സന്തോഷ് കുമാർ, ഓവർസിയർ V നമേഷ് കുമാർ, ഷോളയൂർ SI പളനിസ്വാമി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ K ശരവണൻ, അർജുൻ മോഹൻ, വനിതാ പോലീസ് ഓഫീസർ C ഈശ്വരി തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. പിന്നോട്ടെടുത്ത ബസിന്റെ അടിയിൽപ്പെട്ട് ഉറങ്ങിക്കിടന്നയാൾ മരിച്ചു. കാഞ്ഞിരാനി പുളിഞ്ചോട്ടിൽ മിനി ബസിന്റെ അടിയിൽപ്പെട്ട് ഒരാൾ മരിച്ചു. കല്ലടിക്കോട് തുപ്പനാട് ചെറുളി സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മരിച്ചത്. സമീപത്തെ ക്ഷേത്രോത്സവത്തിന് വാദ്യക്കാരെ കൊണ്ടുവന്ന ശേഷം മാറ്റി നിർത്തിയിട്ടിരുന്ന ബസ് തിരികെ പോകാനായി ആൾ പിന്നിൽ കിടക്കുന്നത് അറിയാതെ പിന്നിലേക്ക് എടുത്തപ്പോഴാണ് തലയിലൂടെ കയറി അപകടമുണ്ടായത്. നിർത്തിയിട്ട വാഹനത്തിന് പിന്നിൽ അബ്ദുൾ റഹ്മാൻ കിടന്നതാണ് അപകട കാരണമെന്ന് കല്ലടിക്കോട് പോലീസ് പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി 11:30 സംഭവം. പിന്നിലേക്ക് എടുത്ത വാഹനത്തിന്റെ പിൻചക്രങ്ങളാണ് തലയിലൂടെ കയറിയിറങ്ങിയത്. സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. അപകട വിവരം അറിഞ്ഞില്ലെന്നാണ് വാഹനത്തിന്റെ ഡ്രൈവർ പറയുന്നത്. അബ്ദുൾ റഹ്മാൻ മരിച്ചു കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് വാദ്യക്കാരുമായി പോയ വാഹനം പോലീസ് കണ്ടെത്തുകയായിരുന്നു. അബ്ദുൾ റഹ്മാന്റെ ഭാര്യ ആമിന, മക്കൾ കൗര, മുഹമ്മദ്, ഇബ്രാഹിം, നസീമ. ഇനി അല്പം ആരോഗ്യം. ഭക്ഷണശേഷം ഓറഞ്ച് കഴിക്കാൻ പാടില്ലെന്നാണ് ആയുർവേദം പറയുന്നത്. നോക്കാം. ഇത് നിരവധി പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും എന്ന് മാത്രമല്ല ആരോഗ്യത്തിനും ദോഷകരമാണ്. ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കണമെന്നാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്. അതാത് കാലത്ത് ലഭ്യമായതും ഫ്രഷായതുമായ പഴങ്ങൾ വേണം കഴിക്കാൻ. 2 നേരം പഴങ്ങൾ കഴിക്കുന്നത് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ പ്രദാനം ചെയ്യാനും ശരീരത്തിൽ ജലാംശം നിലനിർത്താനും സഹായിക്കും. ഒപ്പം ഇടയ്ക്കിടെ അനാരോഗ്യ ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നത് ഒഴിവാക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഇതുമൂലം സാധിക്കും. പക്ഷേ ഈ ഗുണങ്ങളെല്ലാം ലഭിക്കാൻ അവ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ കഴിക്കണമെന്ന് മാത്രം. ഓറഞ്ച് കഴിക്കുന്നതും പ്രത്യേക സമയത്ത് വേണമെന്ന് ആയുർവേദം പറയുന്നു. ഓറഞ്ചിനൊപ്പം പാലുൽപ്പന്നങ്ങൾ, പച്ചക്കറികൾ, ഇറച്ചി ഇവ കഴിക്കുന്നത് ശരീരത്തിന് ദോഷം ചെയ്യും. ഓറഞ്ച്, നാരങ്ങ, ഗ്രേപ്പ് ഫ്രൂട്ട്, കിവി, പൈനാപ്പിൾ ഇവയിലെല്ലാം സിട്രിക് ആസിഡ് ധാരാളം ഉണ്ട്. ഇതാണ് ഇവയ്ക്ക് പുളിപ്പും രൂക്ഷതയും നൽകുന്നത്. ഭക്ഷണം കഴിച്ച ശേഷം പതിവായി ഓറഞ്ച് ഉൾപ്പെടെയുള്ള ഈ പഴങ്ങൾ കഴിച്ചാൽ
വയറുവേദന, സന്ധിവേദന, നീര്, വീക്കം, പേശിവേദന, ശ്വാസതടസ്സം തുടങ്ങിയ രോഗങ്ങളും അലർജിയും ഉണ്ടാകാം. പ്രധാന ഭക്ഷണങ്ങൾക്കിടയ്ക്ക് ലഘുഭക്ഷണമായും ഓറഞ്ച് കഴിക്കാവുന്നതാണ്. ഇത് വിശപ്പകറ്റാനും ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ നിന്ന് തടയാനും ഈ ശീലം സഹായിക്കും. രാവിലെ 11 മണിക്കും വൈകിട്ട് 4 മണിക്കും ഓറഞ്ച് ഉൾപ്പെടെയുള്ള പഴങ്ങൾ കഴിക്കാം എന്ന് വിദഗ്ധർ പറയുന്നു. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും വൈകിയാണ് കഴിക്കുന്നതെങ്കിൽ കുറഞ്ഞത് 30 മുതൽ 40 മിനിറ്റ് വരെ ശേഷമേ പഴങ്ങൾ കഴിക്കാവൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കന്തറ വലിയ വിളക്കുവേല കലാസാംസ്കാരിക പരിപാടികൾ ഇന്നു മുതൽ. ആന എഴുന്നള്ളത്തിന് ഇനി മുതൽ കർശന നിയന്ത്രണം. സുൽത്താൻപേട്ട ജംഗ്ഷനിൽ ഗതാഗത പരിഷ്കരണം ഏർപ്പെടുത്തി നഗരഗതാഗത ഉപദേശക സമിതി. പാലക്കാട് നഗരസഭയിൽ ബയോബിൻ വിതരണം തുടങ്ങി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.